വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നാദാപുരമുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ. കൂടെ അജയേട്ടനും അമ്പാടിയുണ്ട്, അവർ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് കരുതിയതാണ്. അങ്ങനെ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഡ്രസ്സുകൾ പൊതുവെ കാണാൻ വലിയ ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് ഗേൾസിന്. അപ്പോൾ ഗേൾസിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് സ്റ്റുഡിയോയിലുള്ള വുമൻസ് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്, വരുമ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ കൂടുതലും അമ്പാടിക്ക് ഏട്ടനും എടുക്കാറാണ് പതിവ് കേട്ടോ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഡ്രസ്സുകൾ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണ് വുമൻസ് കളക്ഷൻസ്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നത് കുറവാണ്. ആകെ 1-2 തവണ എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ. പക്ഷേ അത് കാര്യമായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും നീ ലെങ്ത്തുള്ള ഉടുപ്പുകൾ മാതിരിയുള്ള ഡ്രസ്സാണ് കേട്ടോ. അത് സ്ലീവ്ലെസ്സും പിന്നെ ഫുൾ സ്ലീവും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആഴ്ചയിൽ ഇത് കളക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് മാതിരിയുള്ള ഈ ഒരു ഉടുപ്പ് മാതിരിയുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ. ജസ്റ്റ് മിററിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കളർ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നോക്കിയിട്ട് തിരിച്ചു വെച്ചു കേട്ടോ. നമ്മൾ ശരിക്കും സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്കും രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 ഫംഗ്ഷനൊക്കെ ഈടെയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സല്ല. കൂടുതലും നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെ ബീച്ചിൽ പോകുമ്പോൾ അല്ലെ കറങ്ങാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് കൂടുതലും. നല്ല ട്രെൻഡി അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കൊരു ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ പിന്നെ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇവിടെ രാത്രി 8 മണിയായിട്ടുണ്ട്. സ്റ്റുഡിയോക്ക് അകത്ത് കയറിയ പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെളിയിലാണെങ്കിൽ നല്ല ചുട്ടു പൊള്ളുന്ന അൺസൈക്കബിൾ ചൂടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവിടെയും ഈ ഒരു വേനൽ മഴയൊക്കെ കിട്ടിയോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് ഇവിടെ വടകരയിലൊന്നും കിട്ടിയിട്ടേ ഇല്ല. ശരിക്കും എപ്പോഴും 1-2 തവണ അങ്ങോട്ട് പാറിയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീൻസിനൊപ്പം ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കിയെങ്കിലും നമുക്ക് വിചാരിച്ചതൊന്നും കിട്ടിയതില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അജയേട്ടൻ കാറൊക്കെ എടുത്ത് വരുന്നുണ്ട്. പാർക്കിങ്ങിലെല്ലാം റോഡ് സൈഡിൽ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പാടി ഞാനിത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ട്രെൻഡ്സിലും കൂടെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഫംഗ്ഷന് പറ്റിയതായിട്ടുള്ള ഡ്രസ്സില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അമ്പാടി ഏട്ടനും മുകളിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അവരും എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. നമ്മൾ ട്രെൻഡ്സിലാണെങ്കിലും വടകരയിലെ ട്രെൻഡ്സിലാണ് പോയിട്ടുള്ളത്. ഇവിടെ നാദാപുരമുള്ള ട്രെൻഡ്സിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷേ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എൻഗേജ്മെൻറ്റിനൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഞാൻ കണ്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ രണ്ടാമത് നമ്മൾ നാദാപുരമുള്ള ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട്. അവിടെ വെറൈറ്റി ടോപ്സുകളും കുർത്തീസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരുപാട് അങ്ങ് റേറ്റും ഇല്ല കേട്ടോ. സമ്മർ കളക്ഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്, പലതരം വെറൈറ്റി കളറൊക്കെ. അപ്പോൾ ഈ ഒരു ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ നോക്കുവാണെങ്കിലും എനിക്ക് എടുക്കാൻ തോന്നിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ അതവിടെ തിരിച്ചു വെച്ചു. പിന്നെ ആണെങ്കിൽ ഓരോ സെക്ഷനായിട്ട് ഇന്നർ വെയേഴ്സ് ഒരു സെക്ഷനായിട്ട്, പിന്നെ നമ്മുടെ ട്രാൻസ്യൂട്ട് പോലത്തെ ഉള്ളതും അങ്ങനെയുള്ളതൊക്കെ ഓരോ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനൊക്കെ ഒരു 1000 എബോവ് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഇഷ്ടംപോലെ ജീൻസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അതിന് പറ്റിയ നല്ല ക്രോപ്പ് ടോപ്പ് മാതിരിയുള്ള ടോപ്പുകളും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു മഞ്ഞ ടോപ്പ്, ഈ ഒരു മഞ്ഞ പോലത്തെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് നോക്കി എടുക്കാൻ നേരത്താണെങ്കിൽ അജയേട്ടൻ അത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അവിടെ തിരികെ വെച്ചു കേട്ടോ. പിന്നെ 599 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ടോപ്പുകളുണ്ട്. എല്ലാം ഇങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ നിന്നാണ് ഡ്രസ്സ് മേടിക്കാറെന്നും അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.